നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗയുടെ സ്റ്റേഷൻ 11 സാഹസികത. സ്വാസ്ഥ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക്. തീവണ്ടിയിൽ ഒരു യാത്ര പുറപ്പെടുമ്പോൾ പരിചിതമായ ഒരു സ്ഥലത്ത് നിന്ന് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഭയമുണ്ടാകും. എങ്കിലും കുറച്ചു നേരം പുറത്തെ കാഴ്ച നോക്കിയിരുന്നാൽ ഏതൊരു യാത്രക്കാരനെ പോലെ നമ്മളും ശാന്തരാകും. യാത്രയോടൊപ്പം ഒഴുകി ക്ഷണികമായ ജീവിതത്തെ അംഗീകരിക്കാൻ പഠിക്കും. മനസ്സിൻ്റെ ഈ സന്നദ്ധതയാണ് ഏതൊരു സാഹസികതയ്ക്കും, അത് ഔദ്യോഗികമാണെങ്കിലും കലാപരമാണെങ്കിലും വൈകാരികമാണെങ്കിലും ആവശ്യം. നമ്മൾ സ്വാസ്ഥ്യ കേന്ദ്രം വിടുകയാണ് എന്ന ബോധ്യം വേണം. അസ്ഥിരതയുണ്ടാവും എന്നറിയണം. പക്ഷേ നമ്മെ കാത്തുനിൽക്കുന്ന പുതിയ ചക്രവാളങ്ങൾ ഇതിന് തക്കതായ വില തരും. തിളക്കുന്ന വെള്ളത്തിലെ തവള. നമ്മുടെ സ്വാസ്ഥ്യ കേന്ദ്രം നമ്മൾ ഏറ്റവും അധികം സുഖം അനുഭവിക്കുന്ന ഇടമാണ്. നമുക്ക് പരിചിതമായ ചുറ്റുപാടിൽ പതിവുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. അവയെ മെച്ചപ്പെടുത്തുകയോ പുതിയ പരിഹാരങ്ങൾ കാണുകയോ എന്തിനധികം ഒരു മാറ്റത്തിൻ്റെ ആകുലതയോ ഭയമോ പോലും ഉണ്ടാവില്ല. എപ്പോഴും പരിചയമുള്ള ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ പുരോഗതിക്ക് തടസ്സമാകും. ഒരേ സ്ഥലത്ത് കഴിച്ചുകൂട്ടാനായി ശ്രമിക്കുന്നവർ അത് സ്വാസ്ഥ്യം എന്ന് കരുതുന്നുവെങ്കിലും ജീവിതം വിരസവും മാനസിക തളർച്ചയുള്ളതുമാകും. സ്വാസ്ഥ്യ കേന്ദ്രങ്ങളിൽ നിന്നും മാറുക എന്നത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധിയാണ്. ജനിച്ച നിമിഷം മുതൽ അറിയപ്പെടാത്ത ലോകത്തേക്ക് കുട്ടികൾ നീങ്ങുന്നത്. അവർ വളരുന്നു, പഠിക്കുന്നു, പ്രായപൂർത്തിയാകുന്നു. എന്നാൽ നമ്മുടെ വികാരങ്ങളെ ഈ മാറ്റം വ്രണപ്പെടുത്തുന്നു എന്നതാണ് പ്രശ്നം. നമ്മൾക്ക് പലതും നഷ്ടപ്പെടാം, അതിൽ ദുഃഖമുണ്ടാവാം. എന്നാൽ ഇതിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ചൂടുവെള്ളത്തിൽപ്പെട്ട തവളയുടെ സ്ഥിതിയാവും. ചട്ടിയിൽപ്പെട്ട തവള. വളരെ പതുക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഒരു ഘട്ടത്തിൽ തിളയ്ക്കുമെന്ന് മനസ്സിലാകാതെ ചട്ടിയിൽ തന്നെ തുടരുന്നു. ഒടുവിൽ തിളച്ച വെള്ളത്തിൽ വെന്തു മരിക്കുന്നു. അറിയുന്ന പിശാചിനേക്കാൾ അറിയാത്ത പിശാച്. മനുഷ്യൻ തൻ്റെ സ്വാസ്ഥ്യ കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നുവെങ്കിൽ സമൂഹം ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടാവില്ല. ഓരോ വ്യക്തിയും അറിയപ്പെടാത്ത മേഖലയിലേക്ക് കടക്കാൻ തയ്യാറാവുമ്പോഴാണ് അവന് തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കുന്നത്. വ്യക്തിഗത വളർച്ചയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തെക്കുറിച്ച് ഡേൽ കാർണഗി പറയുന്നത് ഇങ്ങനെ: നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് പഠിക്കുന്നത്, മറ്റുള്ളവരെ കണ്ടല്ല. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും 100 വട്ടം വീഴുകയും ചെയ്യുമ്പോൾ ഒരു കാൽ വെച്ചതിന് ശേഷം അടുത്ത കാൽ വയ്ക്കുമ്പോഴാണ് വീഴാതെ നിൽക്കാൻ കഴിയുക എന്നവൻ മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവ നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ വിപുലീകരിക്കപ്പെടും. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകും. ഭയമില്ലാതെയല്ല, മറിച്ച് ഭയത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് അസാധ്യം എന്ന് തോന്നിയ കാര്യം സാധ്യമാകുമ്പോൾ പിൻവലിയാനുള്ള നമ്മുടെ പ്രവണത കുറയും. പ്രതീക്ഷയും ധൈര്യവും അഭിമാനവും വർദ്ധിക്കും. എന്തെങ്കിലും ജീവിതത്തിൽ വളരെയധികം ധൈര്യം വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. സമയമാകുമ്പോൾ നല്ല തീരുമാനങ്ങളെടുത്ത് ധൈര്യസമേതം കാര്യം പൂർത്തിയാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ അംഗീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആളുകളുടെ മുമ്പിൽ നിങ്ങൾ വലിയവനാകും. ഭയത്തേക്കാൾ ധൈര്യത്തെയാണ് നിങ്ങൾ മാനിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പോൾ അവരും ധൈര്യത്തെ മൂല്യമായി കരുതും. അതിൻ്റെ അസാന്നിധ്യത്തെ ഭയക്കും. അറിയുന്ന പിശാച് എന്ന സങ്കല്പം നമ്മൾ മാറ്റി നിർത്തുകയാണ്. എന്നാൽ മാത്രമേ നിലനിൽപ്പ് എന്ന ആവശ്യത്തിൽ നിന്നും നമുക്കുയരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സ്വാസ്ഥ്യ കേന്ദ്രം എന്തെന്ന് നമ്മൾക്ക് വ്യക്തമായി അറിയാം. നമുക്ക് വേണ്ടതെല്ലാം അത് നൽകിക്കഴിഞ്ഞു. ആ സീമ കടന്ന് അല്പം കൂടി പോവുകയല്ലേ നല്ലത്. സ്വാസ്ഥ്യ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ചെറിയ മാർഗങ്ങൾ. ഇപ്പോഴുള്ള കടമകൾ നിങ്ങളെ വലിയ സാഹസികതയ്ക്ക് സമ്മതിക്കുന്നില്ലെങ്കിൽ വലിയ മല കയറുന്നതിന് മുമ്പ് ചെറിയ കുന്നുകൾ കയറി പരിശീലിക്കുന്ന ഒരു മലകയറ്റക്കാരനെ പോലെ നിങ്ങൾക്കും ദൈനംദിന ജീവിതത്തിലെ സ്വാസ്ഥ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങി ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. താഴെ കൊടുത്തിട്ടുള്ള ഏതാനും ആശയങ്ങൾ നിയമാനുസൃതമായി പ്രവർത്തിക്കാതെ ദൈനംദിന ജീവിതത്തിൽ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ സഹായകമാകും. 1. നിങ്ങളുടെ യാത്രയുടെ രീതികൾ മാറ്റുക. നിങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് പോകുന്നത് പൊതുഗതാഗതങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ അത് മാറ്റി ഒരു ദിവസം ബൈക്കിലും മറ്റൊരു ദിവസം നടന്നും ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടും പോവുക. അറിയാത്ത എഴുത്തുകാരൻ്റെ പുസ്തകം വായിക്കുക. ഒരു പുസ്തകക്കടയിൽ കയറുക. ഒരു മുൻധാരണയുമില്ലാതെ പോരാ, പേരോ പുറംചട്ടയോ കണ്ട് ആകൃഷ്ടനായി ഒരു പുസ്തകമെടുക്കുക. അതിൻ്റെ ആദ്യത്തെ പേജെങ്കിലും വായിക്കുക. ചിലപ്പോൾ അത് ഒരു വർഷം ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തിൻ്റെ തുടക്കമാകാം. 3. മുമ്പ് പോകാത്ത സ്ഥലത്തേക്ക് പോകുക. ഒരു അവധി ദിവസം നിങ്ങളുടെ തന്നെ നഗരം ചുറ്റിക്കാണുന്ന ഒരു വിനോദസഞ്ചാരിയായി സ്വയം സങ്കല്പിക്കുക. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു
ഗ്രാമമോ ഒരിടവഴിയോ തിരഞ്ഞു കണ്ടുപിടിച്ച് അവിടെ ഒരു പുതിയ കാഴ്ചയായി പരിചയമില്ലാത്ത മനുഷ്യരെയും കെട്ടിടങ്ങളെയും കണ്ടാസ്വദിക്കുക. കഴിയുമെങ്കിൽ ഒരു മദ്യശാലയിൽ കയറി അവിടുത്തെ സാധാരണ ജനങ്ങളുമായി ഇടപഴകുക. പുതിയത് എന്തെങ്കിലും പഠിക്കുക. നിങ്ങൾക്ക് അല്പസമയം മാത്രമേ വിനോദങ്ങളിൽ ഏർപ്പെടാനാകൂ എങ്കിൽ ആ സമയം അറിയാത്ത എന്തെങ്കിലും വിഷയം പഠിക്കാൻ ശ്രമിക്കുക. ടൈ ചി, ജപ്പാനീസ് പാചക കല, കയ്യെഴുത്ത്, ഛായാചിത്രകല, ഫോട്ടോഗ്രാഫി അങ്ങനെ പലതും. പുതിയ ലോകത്ത് എത്തിപ്പെടുക മാത്രമല്ല പുതിയ ആളുകളെ പരിചയപ്പെടാം. സൗഹൃദ വലയം വലുതാക്കുക. ആശയം 4 നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ പുതിയ സൗഹൃദങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുക. പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പല പുതിയ ലോകങ്ങൾ കാണാം. ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇത്തരം സൗഹൃദങ്ങളാകാം. ഇതുവരെ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചിരുന്ന സഹപ്രവർത്തകരോട് പല വിഷയങ്ങൾ പങ്കിട്ട് ഒരു പുതിയ സൗഹൃദം ഉണ്ടാക്കാം. താങ്ക് യു.